ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ്സ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ലെസണാണ്. അപ്പോൾ ഈ ലെസണിൽ എന്താ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ചില പ്രധാന സംഭവ വികാസങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഫോർമേഷൻ അല്ലേ. അപ്പോൾ അതേപോലെ നമുക്കറിയാം ഒരുപാട് സമരങ്ങളിലൊക്കെ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഗാന്ധിജി ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് നിരത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ആർക്കറിയാമായിരുന്നു? ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ നിർത്താൻ ആർക്ക് കഴിഞ്ഞു? ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി ഗാന്ധിജി 1919 മുതൽ ഇന്ത്യക്ക്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഫ്രം ചമ്പാരൻ ടു ഖേദ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രൈക്സിനെ പറ്റിയിട്ട്. അതായത് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചമ്പാരൻ മൂവ്മെൻറ്റ് അല്ലേ. അപ്പം അത് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പം ദക്ഷിണാഫ്രിക്കയിൽ, നിങ്ങൾക്കറിയാം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് ലോക്കൽ റിവോൾട്ടിൽ അല്ലെങ്കിൽ ലോക്കൽ സമരങ്ങളിലായിരുന്നു, പ്രാദേശികമായിട്ടുള്ള സമരങ്ങളിലായിരുന്നു. അപ്പം 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നീലം കൃഷി, ഇൻഡിഗോ കൃഷി ചെയ്തിരുന്ന കർഷകരുടെ ഇടയിൽ ഉള്ള പ്രശ്നങ്ങളിലാണ് ആദ്യം അദ്ദേഹം ഇടപെട്ടത്. ഓക്കെ. അപ്പോൾ ചമ്പാരൻ സ്വദേശിയായിട്ടുള്ള രാജ്കുമാർ ശുക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പ്രേരണയിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് അവിടെ എത്തിയത്. എന്നിട്ടോ അവർ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നീലം കർഷകരെ യൂറോപ്യന്മാരായിട്ടുള്ള ഉടമകൾ, അതായത് ഈ തോട്ടം ഉടമകൾ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്നിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. അപ്പോൾ എന്തുണ്ടാവുക, ഗാന്ധിജി അതിലുണ്ട്, ഒരു മെമ്പറാണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹവും ഉൾപ്പെട്ട ഈ കമ്മീഷൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, പഠിച്ചിട്ട് അതിന് ഒരു പരിഹാരം അതായത് കണ്ടെത്തി. ഓക്കെ. അപ്പോൾ അതാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അത് കഴിഞ്ഞിട്ട് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ വർക്കേഴ്സിന് എന്ത് ചെയ്തു, വർക്കേഴ്സിൻ്റെ സമരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഗാന്ധിജി ഇൻവോൾവ് ചെയ്തു. അങ്ങനെ അവർക്ക് എന്തായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ സാലറി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സാലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപവാസം എടുത്തിരുന്നു. അപ്പോൾ ഈ ഉപവാസത്തിന് എന്ത് ചെയ്തു, ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ അവരുടെ വേതനത്തിൽ, അതായത് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഒക്കെ വന്നു. അടുത്തതായി ഗാന്ധിജി 1918 ഒരു സമരത്തിൽ കൂടി പങ്കെടുത്തു. അതായത് ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ഈ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. അത് വളരെ വിജയകരമായ ഒരു സമരമായിരുന്നു. കാരണം ആ സമയത്ത് പ്രകൃതിക്ഷോഭം മൂലം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് മൂലം കൃഷിയെല്ലാം നശിച്ചു പോയ ഖേദയിലെ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ നികുതി ഇളവ്, ടാക്സ് കൺസെഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തി. ഈ സമരത്തിൽ ഗാന്ധിജി
പങ്കെടുക്കുകയും ഗാന്ധിജി ഓരോ ഗ്രാമങ്ങൾ തോറും അല്ലെങ്കിൽ വില്ലേജുകൾ ഓരോരോ വില്ലേജിലും അദ്ദേഹം സഞ്ചരിച്ചിട്ട് കർഷകർക്ക് ആവേശം പകർന്നു കൊടുത്തു. അങ്ങനെ അധികം വൈകാതെ ഗവൺമെൻറ് അവർക്കുള്ള നികുതിയിൽ ഇളവ് കൊടുക്കാൻ വില്ലിങ്ങായി. അപ്പോൾ ഇതാണ് ഗാന്ധിജി പങ്കെടുത്ത മൂന്നാമത്തെ സമരം. അപ്പോൾ ഈ 3 സമരങ്ങളിലൂടെയും ഗാന്ധിജി എന്ന് പറഞ്ഞ ഒരു നല്ല അല്ലെങ്കിൽ ഒരു വലിയ നാഷണൽ ലീഡറിനെ ഇന്ത്യക്ക് ലഭിച്ചു. അപ്പോൾ ഇവിടെ നിന്നാണ് ഗാന്ധിജിയുടെ ആ ഒരു ലീഡർഷിപ്പ് എന്താ പറയുക ആസ് എ നാഷണൽ ലീഡർ അല്ലെങ്കിൽ ദേശീയ നേതാവിൻ്റെ ആ ഒരു ഉദയത്തിന് കാരണമായത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസയായിരുന്നു. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സത്യാഗ്രഹ എന്താ പറയുക സമര രീതിയായിരുന്നു അദ്ദേഹം തുടർന്നു പോയിരുന്നത്. അപ്പം ഇത്രയുമാണ് ആ ഒരു പോർഷനിൽ പറയുന്നത്. പിന്നെ വരുന്നത് ഇന്ത്യ ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇവിടെ നമുക്കറിയാം 1914 മുതൽ 1918 വരെയായിരുന്നു വേൾഡ് വാർ ഫസ്റ്റ് അല്ലെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഇക്കണോമിക് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ അഡീഷണൽ വാർ ടൈം ടാക്സസ് അല്ലേ. യുദ്ധത്തിൻ്റെ പേരിൽ ഒരുപാട് അധിക നികുതി ജനങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായിരുന്നു ഒന്നാമത്തെ റീസൺ. അഡീഷണൽ വാർ ടൈം ടാക്സസ് വേർ ലെവീഡ് ഓൺ ദി പീപ്പിൾ. ജനങ്ങളുടെ മേലിൽ അധിക നികുതി ചുമത്തി. പിന്നെയോ സൈനികരുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് വേർ എക്സ്പോർട്ടഡ് ഫോർ ദ സോൾജിയേഴ്സ് വിച്ച് ലെഡ് ടു ദ സിവിയർ ഫുഡ് ഷോർട്ടേജ് അല്ലേ. അതായത് ലാർജ് ക്വാണ്ടിറ്റീസ് അല്ലേ അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ്, അതായത് ഫുഡ് ഐറ്റംസ് അവരെ എക്സ്പോർട്ട് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? സൈനികരുടെ ആവശ്യങ്ങൾക്കായിട്ട്. ഇത് ഇന്ത്യയിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാക്കി. പിന്നെ അടുത്തതോ ക്രോപ്പ് ലോസസ് ആൻഡ് എപ്പിഡമിക് ഡ്യൂറിങ് ദ പീരീഡ് വേഴ്സൺ ദ സിറ്റുവേഷൻ. മെനി പീപ്പിൾ ഡൈഡ് ഓഫ് ഫാമിൻ. അതായത് ആ സമയത്ത് ഒരുപാട് എന്താ പറയുക ക്രോപ്പ് ലോസസ് വിളനാശം, അതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു വിളനാശം സംഭവിച്ച സ്ഥലത്തെ ഭയങ്കര ദുരിതപൂർണമായ ഒരു എന്താ പറയുക സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയത് ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് എന്ത് ചെയ്തു പട്ടിണി മൂലം മരിച്ചു. അങ്ങനെ ഈ പശ്ചാത്തലത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആര് വന്നത്? ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ ഒരു നേതൃത്വത്തിലേക്ക് വന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ഒന്നാം ലോകവും അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറും ഇന്ത്യയും എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സസ് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി കൊടുത്തോളൂ കേട്ടോ.